പറയുന്നതാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന നെലുത്തിപ്പോരിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് മലയാള മണ്ണിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ഐതിഹ്യത്തെ പുനരാവിഷ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ജനനം തന്നെ അധർമ്മത്തെ നശിക്കാത്മകമായി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ യുദ്ധം ആവിഷ്കരിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അധർമ്മത്തെ നശിപ്പിക്കാനാണ് ഭദ്രകാളി ജന്മമെടുത്തതെങ്കിൽ ഈ ആ ദാരികന്മാരെ വധിച്ച് സജ്ജനങ്ങൾക്ക് സന്യാസികൾക്ക് ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങൾക്കൊക്കെ നിലനിൽപ്പുണ്ടാക്കുക, അതിലൂടെ ധർമ്മം നിലനിർത്തുക എന്ന് പറയുന്ന കർമ്മമാണ് ഈ കാലഘട്ടത്തിന് പോരിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതായ വിഷയം. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം ആരംഭിക്കുന്നത് തന്നെ കാശ്മീരത്തിലെ രാജാവായിരുന്ന രാജസേനൻ അദ്ദേഹം മൃഗയ വിനോദത്തിന് വേണ്ടി നായാട്ടിന് വേണ്ടി വനാന്തരത്തിലേക്ക് പ്രവേശിക്കുകയും ആ വനാന്തരത്തിൽ വെച്ച് അദ്ദേഹം നായാട്ട് നടത്തി ക്ഷീരവരായ അവസരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുചരന്മാരുമായി ഒരു പാറപ്പുറത്ത് കയറി വിശ്രമിക്കുകയും അതിനോടൊപ്പം ചൂത് കളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ആ നായാട്ടിന് കൊണ്ടുവന്ന ആനകളെ മനസ്സിൽ കെട്ടിയിട്ടിരുന്നു. ആ മനസ്സിൽ കെട്ടിയിട്ടിരുന്ന ആന അവിടെ ഉണ്ടായിരുന്ന ഒരു പുറ്റിനെ കൊന്നുകൊണ്ട് കുത്തി മലർത്തിയ അവസരത്തിൽ അതിൽ നിന്ന് ഭീകരരൂപിയായ ഒരു ജീവി പുറത്തു വരികയും ആനയെ ഒറ്റയടിക്കുന്നതിന്റെ കൊല്ലുകയും ഇതിന് കാരണക്കാരനായ രാജസേന മഹാരാജാവിനെ വധിക്കുന്നതിലേക്ക് വേണ്ടി ഓടിച്ചെല്ലുകയും ഒരുപാട് ഏകത്വം കാണുവാൻ നമുക്ക് കഴിയും. ആ ഏകത്വം എന്ത് എന്ന് ചോദിച്ചാൽ ഒരവസരത്തിൽ പല പ്രാവശ്യമായി മഹാവിഷ്ണു അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. അസുരന്മാരെ വളരെയധികം അദ്ദേഹം നിഗ്രഹിച്ചു. ബാക്കിയുണ്ടായിരുന്ന അസുരന്മാര് എന്ന് പറയുന്ന ആളുകൾ സാധാരണത്തിൽ നിന്ന് മഹാവിഷ്ണുവിനെ ഭയന്ന് ഒളിച്ചു താമസിച്ചു. അസുരന്മാര് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അസുരന്മാരുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഭദ്രകാളിയുടെ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഭദ്രകാളി യുദ്ധം നടത്തുന്നത് ആർക്കെതിരെ? ദാരുമതി എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ. അതിൽ ദാരുമതി പറഞ്ഞു ദാനവതിയോടുകൂടി നമുക്ക് മക്കളില്ല, അന്യപുരുഷന്മാരെ വിളിച്ച് ക്ഷണിച്ച് അവരെ കൊണ്ടുവന്ന സന്താനോത്പാദനം നടത്തുന്നത് അതിവൃതകളായ സ്ത്രീകൾക്ക് യോജിച്ചതല്ല. പക്ഷേ നമ്മുടെ കുലം നിലനിർത്തുന്നതിലേക്ക് വേണ്ടി നമുക്ക് പുത്രന്മാരെ ജനിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഗോകർണത്തിൽ ചെന്ന് ബ്രഹ്മാവിനെ തപസ് ചെയ്യാം. ഈ രണ്ട് സ്ത്രീകളുമായി യാത്രയായി അവര് ഗോകർണത്തിൽ ചെന്നു ബ്രഹ്മാവിനെ തപസ് ചെയ്തു. 20 ദിവസം പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് ഈ രണ്ട് അസുര മാതാക്കൾ തപസ് ചെയ്തു. ആ കൊടും തപസ്സിന്റെ അവസാനത്ത് ബ്രഹ്മാവിന് പ്രത്യക്ഷപ്പെട്ടു. ഈ അമ്മമാരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് എന്നെ തപസ് ചെയ്തത്? നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ച അവസരത്തിൽ ഈ അമ്മമാർ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഓരോ പുത്രന്മാർ ജനിക്കട്ടെ എന്ന് വരം കൊടുത്തു എന്നുള്ളതാണ്. അവര് താമസമായി ആ പാതാളത്തിൽ കൊണ്ട് താമസമായി കൈലാസത്തിൽ പോയി. ഹൈമവത ഭൂമിയിലെത്തി.
രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നേതാക്കളായ 6 പേരും പ്രവേശിച്ചിരിക്കുന്നു. കൊട്ടാരത്തിന്റെ തെക്കേ ഗോപുരത്തിൽ 6 ദിവ്യമാതാക്കളെത്തി. ആരാണ് ഈ ദാരികൻ? ഈ ലോകത്ത് അസൃഷ്ടി വളർത്തുന്ന അധർമ്മത്തിന്റെ ഭാവമായ ദാരികൻ, എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മന്ത്രിയായ കമാലനെ പറഞ്ഞയച്ചിരിക്കുന്നു. പറഞ്ഞയച്ച് ഒരു യുദ്ധത്തിന്റെ സംഘർഷം ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക കാലത്ത് നടക്കുന്ന യുദ്ധത്തിനേക്കാൾ ഭീകരമായ ഒരു യുദ്ധത്തിന്റെ ഒരുക്കങ്ങളാണ് ദാരികന്റെ ഭാഗത്തു നിന്നും 6 ദിവ്യമാതാത്മീയ ശാസ്ത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരതവർഷം, ഭാരതത്തിന്റെ സംസ്കാരം, ലോക ആത്മീയതയുടെ സ്ഥാനത്ത് ഒന്നാമതായി എത്തി നിൽക്കുന്നത് അധർമ്മത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹവും പറഞ്ഞു, എപ്പോഴൊക്കെയാണോ അധർമ്മം കൂടി ഞാൻ ജനിക്കുമെന്ന്. ആരെ യുദ്ധത്തിന്റെ പ്രതീകാത്മകമായ യുദ്ധം നടത്തുന്നത് അധർമ്മത്തെ നശിപ്പിക്കുവാനല്ല, ദേവിയുടെ യുദ്ധമാണ്. കോയിൽക്കവടാകം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീഭദ്ര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി വന്നിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് കോയിൽക്കവടാകം ക്ഷേത്രത്തിലെ ഭഗവതിയും ഇതാ അധർമ്മത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുത്ത് കമാലൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ അധർമ്മിയായ അധർമ്മത്തിന്റെ മൂർത്തഭാവമായ ദാരികനെതിരെയുള്ള യുദ്ധം ഇതാ കോയിൽക്കവടാകം ക്ഷേത്രത്തിലെ അമ്മ അധർമ്മത്തിനെതിരായി ധർമ്മം നിലനിർത്തുന്നതിലേക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇത് നടക്കുന്നതിന് അതിജീവിച്ചുകൊണ്ട് ആധുനിക കാലത്തിലെ യുദ്ധത്തിനേക്കാൾ ക്രൂരമായ ഏറ്റവും തന്ത്രപരമായ യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ധർമ്മം ജയിക്കണം. ധർമ്മം ജയിച്ചാൽ നിലനിർത്തുന്നതിലേക്ക് വേണ്ടി, അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി ഭഗവതി അധർമ്മത്തിന്റെ പോരാളികളുമായിട്ടുള്ള യുദ്ധം, അതാണ് ഒന്നാമത്തെ തലത്തിൽ പോരാടുന്നത്. മാനസികമായിട്ടുള്ള നിലവാരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കമാലനെ കാണും ലോകീയതയുടെ ഗുരുസ്ഥാനത്തെ ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി കർമ്മഭൂമി, ആ കർമ്മഭൂമിയെ രാവണ യുദ്ധം നടന്നതിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ധർമാധർമ്മ യുദ്ധമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ധർമാധർമ്മമായിരുന്നു. കമാലനുമായിട്ടുള്ള യുദ്ധത്തിൽ കമാലൻ മരിച്ചു വീണിരിക്കുന്നു. കമാലന്റെ ശവശരീരം എടുത്തുകൊണ്ട് കമാലന്റെ ആൾക്കാര് ദാനവൻ ഈ പോരിന് രണ്ടാമത്തെ പോരിന് ദാനവൻ രംഗപ്രവേശനം ചെയ്യും. എന്റെ ഭീകരരോഗിയായ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ശരീരം കണ്ടാൽ ഒരു ദിവ്യസ്ത്രീയും ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഓടി മറയും. അത്ര കണ്ട് ശക്തിയുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരനായ ദാനവൻ ഈ പോരിന് ഇറങ്ങും. കോയിൽക്കവടാകം ക്ഷേത്രത്തിൽ നടക്കുന്ന ധർമാധർമ്മ യുദ്ധത്തിൽ ക്ഷേത്രത്തിൽ വാണരുളുന്ന ശ്രീ ഭഗവതി കമാലനെ വധിച്ചിരിക്കും. ദാനവനുമായിട്ടുള്ള യുദ്ധത്തിന് കോയിൽക്കവടാകം ക്ഷേത്രം
എന്ന ഇളയ അമ്മ പോരിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഏത് ദുഷ്ടശക്തിയായിരുന്നാലും എത്ര ബലവാനായിരുന്നാലും അവന് സാമ്പത്തിക സ്ഥാനമുണ്ടോ എങ്കിൽ തന്നെയും അവന്റെ നാശം ഉറപ്പാണോ എന്നും അവന്റെ നാശം വരുന്നുവെന്നും എത്ര വലിയവനാണെങ്കിലും അധർമ്മത്തിന്റെ വക്താവാണെങ്കിൽ അവനെയും ഞാൻ വധിച്ചിരിക്കില്ല എന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. കോട്ടഭാഗം ക്ഷേത്രത്തിലെ ഇളയമ്മ ഏതാണ്ട് വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിലയിൽ ഒരുങ്ങിയിരിക്കുന്നു. ദാനവൻ, അതിശക്തനായ ദാനവൻ, അതികായനായ ദാനവൻ, ആ ദാനത്തെ എതിരിടുന്നതിന് കോയിക്കവളാകം ക്ഷേത്രത്തിലെ ഇളയമ്മ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഇതിനകം നമുക്ക് മനസ്സിലാക്കാൻ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഒരു അധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടോ എങ്കിൽ ആ അധർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് എത്ര കണ്ട് ശക്തിയുണ്ടെങ്കിലും എത്ര കണ്ട് ഭൗതിക ശേഷിയുണ്ടോ എങ്കിൽ തന്നെയും ആ അധർമ്മം ചെയ്യുന്ന എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ദാരികന്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യാധിപന്മാർ സൈന്യത്തെ പിടിച്ച് അവരുടെ കോട്ടയ്ക്കകത്ത് കൊണ്ട് തലവറയിൽ അടയ്ക്കുവാൻ തയ്യാറായി. ആളുകളെ, ദേവിയുടെ ഭാഗത്തുണ്ടായിരുന്ന സൈനികരെ പിടിച്ചുകൊണ്ടുപോയി അവരെ തടവറയിലാക്കുന്നു. ദാരികന്റെ